എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അൺബോക്സിന്റെ ഒരു ഇയർബഡ്സിന്റെ അൺബോക്സ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ இந்த ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങൾ മറന്നു ലൈക്ക് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇയർബഡ്സ്. ഇതാണ് ഹീറ്റ്സിന്റെ ഒരു ഇയർബഡ്സ് ആണിത്. അപ്പോൾ നമുക്കിത് നോക്കാം ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള. ഇതിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ZB91 എന്നാണ് ഇതിന്റെ മോഡൽ. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മളെ വെർഷൻ ബ്ലൂടൂത്ത് വെർഷൻ 5.0 BT എന്നാണ് ഇതിൻ്റെ. അതിനൊക്കെ തന്നെ നമുക്ക് 10 മീറ്റർ വരെ ലോങ്ങിൽ നമുക്കിത് ഫോൺ ചെയ്യാൻ പറ്റും. അത് ലോങ് നമുക്ക് വെച്ചിട്ട് സംസാരിക്കാൻ പറ്റും. ലോങ് കിട്ടും. അതിനൊക്കെ നമ്മൾ ഒറ്റ ചാർജിൽ 3 അവേഴ്സ് നമുക്കിത് പ്ലേ ചെയ്യാൻ പറ്റും. അതിനൊക്കെ 2-3 അവേഴ്സ് കാൾ ചെയ്യാൻ പറ്റും. അതിനൊക്കെ എൻ്റെ ബാറ്ററി നമ്മളെ കേസിൻ്റെ അകത്ത് 9 അവേഴ്സ് ചാർജിങ് ബോക്സ്, അതായത് ബാറ്ററിയുടെ കേസിൻ്റെ അകത്ത് നമ്മൾ ഒരു തവണ ചാർജ് ചെയ്താൽ 9 അവേഴ്സ് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. 3 തവണ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഇയർഫോൺ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 mAh ബാറ്ററിയാണ്. അതേപോലെ ഹെഡ്ഫോണിൻ്റെ കേസിൻ്റെ ബാറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 mAh ബാറ്ററിയാണ്. ബാക്കി ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ കിട്ടുമെന്ന് വെച്ച് എന്തൊക്കെ കൊണ്ട് കിട്ടുമെന്നുള്ളത് ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവർ. നമുക്ക് കാണാൻ 2 ഇയർബഡ്സ് കിട്ടും, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇയർബഡ്സ്. പിന്നെ അതിൻ്റെ കേസ്, പിന്നെ അതിൻ്റെ മാനുവൽ ബുക്ക്, അത് കണക്ക് തന്നെ അതിൻ്റെ വാറണ്ടി ബുക്ക്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇതിൻ്റെ ഒരു പൗച്ചും കൂടെ നമുക്ക് അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതിൻ്റെ പാനിലൊക്കെ ക്ലിപ്പ് ചെയ്താലോ അതിൻ്റെ ഒരു ക്ലിപ്പും കൂടെ കിട്ടും. പിന്നെ നമ്മൾ ഐഫോണിൻ്റെ ഒരു ചാർജർ കിട്ടും. ചാർജറിൽ അതിൻ്റെ കേബിൾ മാത്രം കിട്ടും. അതിൻ്റെ കടങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മെയ്ഡ് ഇൻ ചൈനയാണ്. പക്ഷേ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മളിതിപ്പം ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമുക്കിവിടെ ഇപ്പോൾ ഓപ്പൺ ആക്കാം. നമ്മളിവിടെ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്കത് നോക്കാം. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ കേസുകളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടോ നമുക്ക് നോക്കാം. ഇതായിപ്പോൾ ഓപ്പൺ ആക്കി നമ്മൾ വെളിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്ന നോക്കാം. ഇതിൻ്റെ അകത്ത് ഇനി ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ കൂടെ അതിൻ്റെ ഒരു ഹീറ്റ്സിന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു വാറണ്ടി കാർഡ് കിട്ടും. അത് കണക്കിന് അതിൻ്റെ കൂടെ നമുക്കൊരു യൂസർ മാനുവൽ ഉണ്ട്. അതിൽ ബാക്കി ഈ പറഞ്ഞ കേസെല്ലാം നമുക്ക് ഇവിടെ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നല്ലൊരു പൗച്ചുണ്ട്. നല്ലൊരു കറുത്ത പൗച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നല്ലൊരു പൗച്ചുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കറുത്ത ലെതറിൻ്റെ പൗച്ചാണ്. അപ്പോൾ അത് നമുക്കത് തൂക്കിയിടാനായിട്ടുള്ള ഒരു ക്ലിപ്പും കിട്ടിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് തൂക്കിയിടാനുള്ളത്. നമുക്ക് പിന്നെ നോക്കാം. അതിനൊക്കെ നമ്മൾ ഐഫോണിൻ്റെ ഒരു ചാർജിങ് കേബിളും അതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള നല്ല വില. നമ്മൾ ഐഫോണിൻ്റെ ഇയർബഡ്സ് എങ്ങനെയാണ് അതേ കണക്കിന് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ലൈറ്റ് കത്തണ കാണാൻ പറ്റും. അത് നമ്മൾ ചാർജ് വയ്ക്കുമ്പോഴും ചാർജ് വയ്ക്കുന്ന സമയത്ത് നമ്മളിവിടെ റെഡ് കളർ ലൈറ്റ്, ചാർജില്ലെങ്കിൽ റെഡ് കളർ ലൈറ്റ് കത്തും. ചാർജ് ആവുന്ന സമയത്ത് അത് ഗ്രീൻ ആവും. നമുക്ക് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഗ്രീൻ കളർ ഇപ്പോൾ ലൈറ്റ് കത്തിയേക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇപ്പോൾ ഗ്രീൻ കളർ ലൈറ്റ് കത്തിയേക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതാണ് നമ്മളെ 2 എയർബഡ്സ്. ഇതാ ഇവിടെ അടിപൊളിയായിട്ടുള്ള 2 എയർബഡ്സ് ആണ്. കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും. കറക്റ്റ് ഐഫോണിൻ്റെ അതേ കണക്കുള്ള എയർബഡ്സ് ആണ്. കറക്റ്റ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കറക്റ്റ് ഐഫോണിൻ്റെ എയർബഡ്സ് എന്നേ പറയുള്ളൂ. നമ്മളിപ്പോൾ ചെവിയിലെന്ന് വെച്ച് നമ്മളുടെ ചെവിയിലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല ഇപ്പോൾ ഇത് ഐഫോണിൻ്റെ ആണ് വേറെ കമ്പനിയുടെ ആണ് തിരിച്ചറിയാൻ പറ്റില്ല. നല്ല വയ്ക്കാനായി കറക്റ്റ് റെഡിയായിട്ട് നമ്മൾ കാലിലൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ ഇതൊന്ന് മൊബൈലിൽ കണക്ട് ചെയ്യിക്കാം. അത് കണക്ക് ഇവിടെ ഒരു പവറിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. നിങ്ങളിവിടെ കാണാം ഒരു പവറിൻ്റെ ഒരു സ്വിച്ച് കാണാം റൗണ്ടിന്. ഇത് പവറിൻ്റെ സ്വിച്ചാണ്. ഇനി നമുക്കിത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം പവറിൻ്റെ സ്വിച്ചിൽ വയ്ക്കുമ്പോൾ ഇവിടെ ലൈറ്റ് നമുക്കിവിടെ ഗ്രീൻ കളർ ലൈറ്റ് തെളിയുന്ന കാണാം. ഇതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തറ വീഴാതിരിക്കാനും തുറക്കുമ്പോൾ അതിനൊക്കെ ഈ കറക്റ്റ് പിടിച്ചിരിക്കാൻ നമ്മൾ ജസ്റ്റ് ഇവിടെ കാണുമ്പോൾ ഇവിടെ സൈഡിൽ ഇതിനെ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന കാണാം. ഇവിടെ കാണാൻ സൈഡിൽ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചാൽ ഇവിടെ കൊണ്ടുവയ്ക്കുന്ന നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണ്. തിരിച്ചെന്ന് വെച്ചാൽ തറ വീഴത്തില്ല. കണ്ട നിങ്ങൾ ഇവിടെ കാണാം. തിരിച്ചെന്ന് വെച്ചാൽ തറ വീഴത്തില്ല. നല്ല സ്ട്രോങ് മാഗ്നറ്റ് ആണിത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ടാബ്ലറ്റ് ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ ടാബ്ലറ്റ് കണക്ട് ചെയ്യാം. അത് കണക്ക് തന്നെ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഇവിടെ ബട്ടണിൽ മൈക്ക് കുത്തിച്ചിട്ടുണ്ട്. ആ മൈക്ക് വെച്ചിട്ടാണ്, അതായത് ഈ മൈക്ക് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ മൈക്ക് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഹെഡ്ഫോണിൻ്റെ മൈക്ക് ഞാൻ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അതിലൂടെ സംസാരിക്കാം. നല്ല ക്ലിയർ ആണ്. അതിനെ ഒറ്റ ട്രിപ്പിൽ തന്നെ ഇത് കണക്ട് ആവുന്നുണ്ട്. അതിനെ സംസാരിക്കുന്ന നല്ല സൗണ്ടും ക്വാളിറ്റി, നല്ല ബെറ്റർ സൗണ്ടും ക്വാളിറ്റിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്ന നാട്ടിൽ 1000-1500 എടുക്കുമ്പോൾ അതായത്
ബെയറിൽ നിന്ന് ഞാൻ ഇപ്പോൾ മേടിച്ചേക്കുന്നത് 9 സംതിങ്ങാണ്. അപ്പോൾ ഏകദേശം 1000-1700 രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് തന്നെ മേടിക്കാൻ പറ്റും. നല്ലതാണ്. അത് ബെയറിൻ്റെ പൈസയാണ് ഞാൻ പറഞ്ഞത് 9 സംതിങ് ആണ്. ഇപ്പോൾ നാട്ടിൽ ചിലപ്പോൾ 1700, 1600 അങ്ങനെ നമ്മളിവിടുത്തെ ബാങ്ക് റേറ്റിനൊക്കെ മാറി തിരിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. ഇപ്പോൾ നിങ്ങൾ പല വീഡിയോയിൽ ഇവിടുത്തെ കാര്യം വെച്ച് പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ പൈസ കൂടുതലാണെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ അത് വിളിച്ചിട്ട് പറയാം അത് ഈ പൈസ കിട്ടുമല്ലോ, ഇവിടെ പൈസ കൂടുതലെന്ന് പറയാം. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ബെയറിൻ്റെ റേറ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് ഇവിടുന്ന് മേടിച്ചേക്കുന്നത് ഒരു മാളിൻ്റെ അകത്ത് നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 9 സംതിങ്ങിനാണ് ഇത് മേടിച്ചേക്കുന്നത്. ഇപ്പോൾ ബെയറിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾ ബെയറിൽ ഇപ്പോൾ എല്ലാ മാളിലും ഇത് പോയി മേടിച്ചാൽ മതി. 9 സംതിങ്ങേ ഉള്ളൂ. ഇപ്പോൾ ഡാനമാലിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചേക്കുന്നത്. അവിടെയൊക്കെ നല്ല ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, നിങ്ങൾക്ക് കയറി മേടിക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഇനിയിപ്പോൾ അത് ഞാൻ കണക്ട് ചെയ്ത് നിങ്ങളുടെ സംസാരിക്കാം. ഞാൻ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഞാൻ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ നോയ്സ് ഒന്നും വിളിക്കത്തില്ല, അങ്ങനത്തെ നല്ല മൈക്കാണിത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാണുമോ, ഇപ്പോൾ ഈ മൈക്കിനെ കുറിച്ച് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പ്ലേലിസ്റ്റ് കയറി വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ മൈക്ക് എൻ്റെ കാര്യങ്ങൾ ഫുൾ അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ എയർബഡ്സ് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ബ്ലൂടൂത്ത് ഞാൻ ഇവിടെ ഓണാക്കി ഇട്ടിട്ടുണ്ട്, നിങ്ങളിവിടെ കാണാം ബ്ലൂടൂത്ത് ഞാൻ ഇവിടെ. അപ്പോൾ ഞാൻ മേടിക്കുന്ന എല്ലാ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്തതിന് കറക്റ്റ് വർക്കായി അത് ഒരു കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ മാത്രമേ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് അത് മേടിക്കാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മേടിച്ചിട്ട് എന്നെ നിങ്ങൾ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ മേടിച്ച് യൂസ് ചെയ്തതിന് കറക്റ്റ് വർക്കാണ്, ഉപയോഗമുള്ള സാധനമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അത് മേടിക്കാനായിട്ട് പറയുള്ളൂ. അപ്പോൾ ഞാനിത് ഓൾറെഡി പൊട്ടിച്ച് യൂസ് ചെയ്ത സാധനമാണ്. അപ്പം ഞാനിത് എനിക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് സംസാരിക്കാനും ഒരു സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും നമ്മൾ ഫോൺ ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ അത്രയും ക്ലിയർ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും കൂടെ ഞാൻ മേടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് മൊബൈലിൽ അതായത് ടാബ്ലറ്റ് ചെയ്ത് മുമ്പേ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇതിപ്പോൾ ഓണാക്കുമ്പോൾ തന്നെ അതിപ്പോൾ കണക്ട് ആയത്. ഇവിടുത്തെ ഈ കവർ തുറക്കുമ്പം അതായത് നമുക്കിവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടണിൽ ഇടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തണ കാണാൻ പറ്റും. ബാക്കിലത്തെ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രീൻ ലൈറ്റ് കത്തണ കാണാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ ഇത് എടുക്കാൻ പോവുകയാണ്. എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ഇവിടെ കണക്ട് ആവും. ഞാൻ തുറക്കുമ്പോൾ തന്നെ ഇതിവിടെ കണക്ട് ആവും. ഇതവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇത് തുറന്നപ്പോൾ തന്നെ കണക്ട് ആയി. അടച്ചപ്പോൾ ഡിസ്കണക്റ്റ് ആയി. അടച്ച് ഒരു 2-3 സെക്കൻഡാണ് ഡിസ്കണക്റ്റ് ആകുന്നത്. ഇപ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളിവിടെ കാണാം. ഇപ്പോൾ ഞാൻ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ നോക്കാൻ പറ്റും. ഇനി ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കണക്ട് ചെയ്യണ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്പീഡാണ്. ഇനി നമുക്ക് ഇതിലാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇത് നമ്മളെ ചെവിയിൽ എടുത്ത് വയ്ക്കാൻ പോവുകയാണ്. ചെവിയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ വെച്ച് നമ്മൾ അതായത് നമ്മൾ കറക്റ്റ് ഇത് ഇതിൻ്റെ കേസ് അടക്കം നമ്മൾ ലോ വെയിറ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ല. ചെവിയിലൊക്കെ വെച്ചാൽ നമുക്ക് കറക്റ്റ് വെച്ചെന്ന് പറഞ്ഞാൽ അറിയത്തില്ല, അത്രയും ഭാരം കുറവാണ് സാധനം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്ന് റെക്കോർഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, അതിൻ്റെ ഗ്രാഫ് പോകണത് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ ഈ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നിങ്ങളടുത്ത് ഇപ്പോൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം റെക്കോർഡിങ്ങിൻ്റെ ഗ്രാഫ് പോണത്. നല്ല രീതിയിൽ തന്നെ നമ്മളൊക്കെ മൈക്കൊക്കെ കറക്റ്റ് നല്ല രീതിക്ക് വ്യക്തമായിട്ട് നമുക്കതിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഒരു പാട്ട് വെച്ച് നോക്കാം. അപ്പോൾ ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ യൂട്യൂബിലെ സ്റ്റുഡിയോയിൽ തന്നെ ഒരു പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ബാക്ക് പോയിട്ട് യൂട്യൂബിലെ സ്റ്റുഡിയോയിൽ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം. ഇപ്പോൾ ഞാൻ പാട്ട് ഇട്ടുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് സ്പീക്കറൊക്കെ നല്ല അടിപൊളി സ്പീക്കറാണ്, നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ടാണ്. നിങ്ങൾക്ക് ഇത് കേൾപ്പിച്ച് തരാം. You're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch your blue eyes fade to grey as you fade away, as you fade away. Yeah, I'm about to fade away. അപ്പം അടിപൊളിയായിട്ട് നമുക്കിത് കണക്ട് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് കണക്ട് ആവുന്നത്. നിങ്ങൾക്ക് ഞാൻ ചാർജും കൂടെ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഇതിപ്പോൾ ചാർജ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇവിടെ കാണാം. ഞാൻ ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇതവിടെ റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ റെഡ് ലൈറ്റ് ഇത് കത്തിയിട്ടുണ്ട് ഇപ്പോൾ ചാർജ് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇത് ചാർജ് ഫുള്ളാകുമ്പോൾ ഇതിൽ ഗ്രീൻ ലൈറ്റ് കത്തുന്നതാണ്. ഞാനിപ്പോൾ കേസ് കറക്റ്റ് ഇറക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേസ്. ഇനി നമുക്ക് അതിൻ്റെ ക്ലിപ്പും കൂടെ ഇടാം. നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. കണക്റ്റ് ആവും, കറക്റ്റ് ഉണക്കാം. തിരിച്ചിങ്ങനെ അടച്ചു വയ്ക്കാം. ഇതെനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ്. അപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ് തന്നെ മേടിച്ച് യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ബെയറിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡാനമാൽ ലുലുവിൻ്റെ അകത്തൊക്കെ കൊണ്ട് ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ അവിടെ കയറി മേടിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് തന്നെ ബെല്ലൈക്കനും ആളാക്കിടാനും മറക്കേണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ കാണുക. ലൈക്ക് ചെയ്ത് കണ്ടാലും നമുക്കും നമ്മളെ വീഡിയോ ഒക്കെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്കൊരു അടുത്തടുത്ത വീഡിയോകളെ പ്രയോജനം വരും. അപ്പോൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങളെ വിലയുടെ നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ നല്ല വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ